നമസ്തേ. നമസ്തേ. സന്തോഷി, ഈ ഭാരത സംസ്കാരത്തെക്കുറിച്ചും സനാതന ധർമ്മത്തെക്കുറിച്ചുമൊക്കെ സനാതന ധർമ്മ പ്രചരണമൊക്കെ നടത്തി ആ ഒരു വളരെ സനാതന ധർമ്മത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. നമ്മളെ നയിക്കുന്ന എല്ലാ നേതൃത്വങ്ങളും സനാതന ധർമ്മം മുറുകെ പിടിച്ചുകൊണ്ട് നീങ്ങുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ എന്താണ് ഈ സനാതന ധർമ്മം? ഈ മുറുകെ പിടിക്കുന്നു എന്ന് പറയുന്ന ആരായാലും അവരെന്തിനെയാണ് മുറുകെ പിടിക്കേണ്ടത്? അവരാരായിരിക്കണം? എങ്ങനെയുള്ളവരായിരിക്കണം? അപ്പൊ സനാതനവും ധർമ്മവും രണ്ട് പദങ്ങളാണല്ലോ ചെയ്തത്. അപ്പൊ അത് ആദ്യം ആ സനാതനം എന്താണെന്ന് അങ്ങ് പറയണം, സനാതനൻ ആരാണെന്ന് പറയണം, ധർമ്മം ഈ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള കാര്യം പറയണം, എങ്ങനെയുള്ളവരാണ് ഇത് പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതും കൂടെ പറയണം. സനാതനികളാരായിരിക്കണം, അതെ, എങ്ങനെയുള്ളവരായിരിക്കണം സനാതന ധർമ്മത്തിൽ, അതെ, എങ്ങനെയാണ് സനാതന ധർമ്മത്തിലേക്ക് എത്തുക, സനാതനി ആവേണ്ടത് എങ്ങനെ? എല്ലാവരും സനാതനിയായിട്ടല്ലല്ലോ ജനിക്കുന്ന ഒരു പക്ഷേ. അപ്പൊ ജനത്തിന് ശേഷമാണല്ലോ സനാതനം. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്നായി. ധർമ്മബോധം ഉണ്ടാകുമ്പോഴാണ് സനാതന ധർമ്മത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ വിവാദമായിട്ടുള്ള, എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന എന്താണ് സനാതനം, എന്താണ് സനാതന ധർമ്മം, സനാതനമായിട്ട് നശിക്കാത്തതായിട്ട് മാറ്റമില്ലാത്തതായിട്ട് നിൽക്കേണ്ടത് എന്താണ്? അത് ഈ ദേശത്തിന് ലോകത്തിന് എന്താ പറയുക, നന്മയെ ചെയ്യുന്നതാണോ അത് നാശത്തെ ചെയ്യുന്നതാണോ? അതാണ് എന്ന് വെച്ചാൽ ഉന്മൂലനം ചെയ്യേണ്ടതാണ് സനാതന ധർമ്മത്തെ എന്ന് പറയുമ്പോൾ. സനാതനം എന്നുള്ളത് എന്താണ്, സനാതനൻ ആരാണ്? അതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം വരുന്നത്. ഇതൊന്ന് ഭീകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവമാണോ ഈ സനാതനം? അപ്പോൾ ആദ്യത്തെ സനാതനം എന്ന് പറഞ്ഞാൽ ശിവനാണ്. ആ ശിവൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയാണ്, ഈ മണ്ണാണ്. രണ്ടാമത്തെ സനാതനൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. ആ വിഷ്ണു എന്ന് പറഞ്ഞാൽ ഈ ഹരിയാണ്, ഹരിതലോകമാണ്, ഈ വൈഷ്ണവ ലോകമാണ്, ഈ പ്ലാന്റാണ്. മൂന്നാമത്തെ സനാതനൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ജനിക്കുന്ന ബ്രഹ്മശക്തിയാണ്, അതായത് അഗ്നിയാണ്. അഗ്നിയാലാണ് ജനനം, ബ്രഹ്മശക്തി അഗ്നിയാകുന്നു. ഇതാണ് സനാതനന്മാർ മൂന്ന്. സൃഷ്ടി സ്ഥിതി സംഹാര കാരണമായിരിക്കുന്ന ത്രിഗണങ്ങളാണ് ഇവർ. അപ്പൊ ഈ കോടിക്കണക്കായ ജനങ്ങൾ ആരാധിക്കുന്ന ശിവൻ എന്ന അതാണ് ആദ്യത്തെ സനാതനൻ. അത് ഈ മണ്ണാണ്. രണ്ടാമത്തെ സനാതനൻ ജീവനാംശകാരണനായിരിക്കുന്ന, നമുക്ക് ജീവനാംശത്തെ ഏകുന്ന, അതായത് ജീവാത്മശക്തിയായിരിക്കുന്ന, ജീവനാത്മാവേകുന്ന ശക്തിയായിരിക്കുന്ന ഈ പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പ്ലാനാണ് സർവ്വതം. അപ്പോൾ ആ വിഷ്ണുവിൽ നിന്നും ജനിക്കുന്നതാണ് ബ്രഹ്മശക്തി. ആ ബ്രഹ്മശക്തി എന്ന് പറയുന്നത് അത് ജീവനെ ജനിപ്പിക്കുന്ന ജീവകാരണ ശക്തിയാണ്. അതാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. പിന്നെ ഈ സനാതനികൾ കൂടിയുണ്ട്. ഈ സനാതനന്മാരോട് കൂടിയിട്ട് സനാതനികൾ കൂടി ചേരുമ്പോഴാണ് അതൊരു മൂർത്തിയാകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സനാതനി ജലമാണ്, പാർവതിയാണ്. പർവ്വതത്താൽ വന്നെത്തുന്ന പരിശുദ്ധമായിരിക്കുന്ന ജലമാണ് സനാതനി. ജീവൻ ജലമാകുന്നു, ജലത്തിൻ്റെ മായ മാത്രമാകുന്നു നമ്മുടെ. അപ്പോൾ നമ്മൾ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സനാതനി ഈ ജലമാണ്. മണ്ണിനെയും ജലത്തെയും നശിപ്പിക്കുക. അതായത് മണ്ണും ജലവും ചേരുമ്പോഴാണ് പ്രോട്ടോൺ ആകുന്നത്. ശരീരത്തിന് കാരണമായിരിക്കുന്ന ശൈവശക്തിയായിരിക്കുന്ന ആ മഹാദേവൻ, ഈ മഹാദേഹത്തിന് കാരണമായിരിക്കുന്ന ഈ പ്രോട്ടോൺ ആകുന്നു. അതിനെ നശിപ്പിക്കണമെന്നാണ് നമ്മൾ അറിയാതെ പറയുന്നത്. ജീവനെ നശിപ്പിക്കണം, ശിവത്വത്തെ നശിപ്പിക്കണം, ശവത്വമാവണം. ഇതാണ് നമ്മളിപ്പോൾ അത് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ സനാതനൻ എന്ന് പറഞ്ഞാൽ ഒരു മൂർത്തിയാകുമ്പോൾ സസ്യലോകത്തോട് കൂടിയിട്ട് ജന്തുലോകം, ചരിക്കുന്ന ജീവലോകവും അചരമായി നിൽക്കുന്നതിനോടുകൂടി ചരിക്കുന്നത് കൂടി ചേരുമ്പോഴാണ് രണ്ടാമത്തെ സനാതനൻ പൂർണ്ണമാകുള്ളൂ. ഒരു സ്ത്രീഭാവവും ഒരു പുരുഷഭാവവും, അതായത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ചേരുമ്പോഴാണ് ഒരു മൂർത്തിയാകുന്നത്. അപ്പോൾ രണ്ട് ജൈവപ്രപഞ്ചം ഒന്ന് ചേരുമ്പോഴാണ് അവിടെ ഒരു മൂർത്തിയാകുന്നത്, മഹാവിഷ്ണു എന്ന് പറയുന്ന അവസ്ഥ. മണ്ണും ജലവും ചേരുമ്പോൾ എങ്ങനെ മഹാദേവനാകുന്നോ അതുപോലെ തന്നെ ഈ സസ്യലോകവും, ഈ മണ്ണിൽ നിന്നും ജനിച്ച, ജലത്തിൽ നിന്നും ജനിച്ച ഈ സസ്യലോകവും ജന്തുലോകവും ചേരുമ്പോഴാണ് മഹാവിഷ്ണു എന്ന് പറയുന്ന ഒരു മൂർത്തിയാകുന്നു. അത് ന്യൂട്രോൺ എന്ന് പറയുന്ന വൈഭവമാണ്. മറ്റത് ശൈവഗണമാണ്, പ്രോട്ടോൺ എന്ന് പറയുന്ന ഗണമാണ്. അതാണ് രണ്ടാമത്തെ സനാതന. ശൈവ വൈഷ്ണവ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് രണ്ട് സനാതനന്മാരാകുന്നത്. മൂന്നാമത് ഇവരിൽ നിന്നും ജനിക്കുന്ന ബ്രഹ്മശക്തിയാണ്. അഗ്നിയും ആകാശവും ചേർന്ന, അതായത് ഡാർക്ക് എനർജിയും വൈറ്റ് എനർജിയും ചേർന്ന ശബ്ദത്തിനും
ദൃശ്യത്തിനും കാരണമായിരിക്കുന്ന രണ്ട് വൈഭവങ്ങൾ ചേർന്ന ദൈവഗണം, ഇലക്ട്രോൺ എന്ന് പറയുന്ന ഗണമാണ്. അതായത് ആകാശമാണ് സരസ്വതി. സരസ്വതിക്ക് കാരണമായിരിക്കുന്ന അവസ്ഥയിലേക്ക്, മാതൃഭാവത്തിലേക്ക് എന്നത് ആകാശമാണ് ഒരു സനാതനി. അതിനെ നശിപ്പിക്കണമെന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല. കാരണം അതിൻ്റെ അണ്ടറിലാണ് 4 ഭൂതങ്ങൾ നിൽക്കുന്നത്, അതിൻ്റെ അണ്ടറിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. നമ്മളുടെ സ്വരശ്രുതിക്കെല്ലാം കാരണമായിരിക്കുന്നത്, നമുക്ക് ശ്രവണത്തെ കിട്ടുന്നതിന് കാരണമായിരിക്കുന്നത്, നല്ല ദൃശ്യത്തെ കിട്ടുന്നതിന് കാരണമായിരിക്കുന്നത്, നല്ല മണ്ണിനെയും നല്ല ജലത്തെയും നല്ല വായുവിനെയും എല്ലാം കിട്ടുന്നതിന് കാരണമായിരിക്കുന്ന മാതൃഭാവത്തിൽ നിൽക്കുന്ന അതിപരാശക്തിയായിരിക്കുന്നത് ഈ സ്പേസാണ്. ആ സ്പേസ് എങ്ങനെയുള്ളതായിരിക്കണം? സഹസ്രതല പത്മത്തിലാണ് ആ സ്പേസ് നമ്മൾ കാണുന്നത്. അത്രയും പരിശുദ്ധമാണ്. എന്ന് വെച്ചാൽ മാലിന്യ കൂമ്പാരത്തിലല്ല, യുദ്ധഭൂമിയിലല്ല ആ സ്പേസ് നമ്മൾ സങ്കല്പിക്കുന്നത്. സരസ്വതി ഇരിക്കുന്നത് താമരപ്പൂവിലാണ്. അത്രയും നല്ല ഒരു സ്പേസിലാണ് ജീവൻ ജനിക്കുന്നത്. ആ സ്പേസിനെ നശിപ്പിക്കണമെന്നാണ് സനാതനധർമ്മത്തെ നശിപ്പിക്കണമെന്ന് പറയുമ്പോൾ. അതിപ്പോൾ അങ്ങ് പറഞ്ഞപ്പോൾ ഒരു സാധാരണ ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. പരമാത്മാ ചൈതന്യം വിഷ്ണുവിൻ്റെയും ശൈവ വൈഷ്ണവ ബാന്ധവത്തിന്റെ ഫലമാണ് ബ്രഹ്മാവ് ഉണ്ടാവുന്നത്. ഇവിടെ നേരെ തിരിച്ചാണല്ലോ, ബ്രഹ്മാവാണല്ലോ എല്ലാത്തിനും ജനിപ്പിക്കുന്നതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വിഷ്ണുവിനെ പോലും ജനിപ്പിക്കുന്നത് ബ്രഹ്മാവാണ്. ഒരു പരാഗണം നടന്നാൽ മാത്രമാണ് ഒരു ചെടിയിൽ ഒരു വിത്ത് ഉണ്ടാകുന്നത്. അപ്പൊ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന വൈഭവം ബ്രഹ്മാവാണ്. ഈ ബ്രഹ്മശക്തി ചലിക്കുന്ന ജീവലോകം ഉണ്ടെങ്കിലാണ് ഒരു പരാഗണം പോലും നടക്കുള്ളൂ. അപ്പോൾ ആ പരാഗണം നടക്കുന്നതിന് ചെടികളിൽ പോലും ജനനത്തെ സാധ്യമാക്കുന്നത്, ജീവനെ സാധ്യമാക്കുന്നത് ഈ ബ്രഹ്മശക്തിയാണ്. അതാണ് സൃഷ്ടിക്ക് കാരണം ബ്രഹ്മാവാണെന്ന് പറയുന്നത്. ഈ പരാഗണകാരികളായിട്ടുള്ള ചരിക്കുന്ന ജീവലോകം ഇല്ലെങ്കിൽ അവിടെ പരാഗണം നടക്കില്ല, പ്രത്യുൽപാദനം നടക്കില്ല. അപ്പോൾ സസ്യലോകത്ത് മാത്രമല്ല ജന്തുലോകത്തിനും ഒരുപോലെ തന്നെ ജീവനെ സൃഷ്ടിക്കുന്നതിന് കാരണമായിരിക്കുന്ന വൈഭവം ഈ മഹാബ്രഹ്മശക്തിയാണ്. ആകാശവും അഗ്നിയും ചേരുമ്പോഴാണ് മഹാബ്രഹ്മ എന്ന് പറയുന്ന ശക്തി ഉണ്ടാകുന്നത്. സസ്യലോകവും ജന്തുലോകം ചേരുമ്പോഴാണ് മഹാവിഷ്ണു എന്ന് പറയുന്ന വൈഭവം ഉണ്ടാകുന്നത്. മണ്ണും ജലവും ചേരുമ്പോഴാണ് മഹാദേവൻ എന്ന് പറയുന്ന വൈഭവം ഉണ്ടാകുന്നത്. അപ്പൊ ഈ സനാതനൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സനാതനൻ ശിവനാണെങ്കിൽ, അത് മണ്ണാണെങ്കിൽ അതിനെ നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതിനെ നശിപ്പിച്ച നമ്മളില്ലല്ലോ. അപ്പം ഈ സനാതനന്റെ കൂടെ നിൽക്കുന്ന സനാതനി പാർവതി. ഈ ആദ്യത്തെ സനാതനന്റെ കൂടെ നിൽക്കുന്ന സനാതനി ഈ ജലമാണ്. പരിശുദ്ധമായിരിക്കുന്ന ജലം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ മണ്ണിന്റെ മാലിന്യത്തിൽ നിന്ന് മുക്തീകരിച്ച് ശുദ്ധീകരിച്ച് ജീവനെ ജനിപ്പിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ മണ്ണിന് ജൈവശക്തിയേകുന്ന വൈഭവം ജലമാകുന്നു. അപ്പോൾ ആദ്യത്തെ സനാതനൻ എന്ന് പറയുന്നത് സ്ഥൂലഗണമായിരിക്കുന്ന, പ്രത്യക്ഷ ഗണമായിരിക്കുന്ന, കാണുന്നതിന് കാരണമായിരിക്കുന്ന, നമ്മളുടെ ദേഹത്തിന് കാരണമാകുന്ന ഈ ശൈവശക്തിയാണ്. ഈ മണ്ണും ജലവും ചേർന്നതാണ്. അതാണ് ആദ്യത്തെ സനാതനൻ. അതിനെ നശിപ്പിക്കണമെന്നാണ് പറയുന്നത്.